തണുത്തുറഞ്ഞ ഹോട്ടൽ മുറിയിലെ വെള്ളപ്പുതപ്പിനുള്ളിൽ രണ്ട് നഗ്ന ശരീരങ്ങൾ. നിശബ്ദതയിൽ ലയിച്ചിരുന്ന ശീൽക്കാരങ്ങളും കിതപ്പും നിശ്വാസവും. സ്റ്റോപ്പ് ധരൻ, എനിക്ക് പറ്റുമെന്ന് തോന്നില്ല, പ്ലീസ് ലീവ് മീ. രോമാവൃതമായ നെഞ്ചിൽ ഇരു കൈപ്പത്തികളും ചേർത്ത് ശക്തിയോടെ തള്ളിമാറ്റുമ്പോഴും അവൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. പഴയതിലും വീര്യത്തോടെ അവളിലേക്ക് അവൻ അമരുകയും ദീർഘനേരങ്ങൾക്കപ്പുറം ഒരു കിതപ്പോടെ അടർന്നു മാറുകയും ചെയ്തു. വിവശതയോടെ അയാളുടെ നെഞ്ചിലേക്ക് തല ചായ്ക്കാൻ ഒരുങ്ങും മുന്നേ അവളെ തള്ളിമാറ്റി നിവർന്നിരുന്നു. അല്ലേലും കാര്യം കഴിഞ്ഞ കറിവേപ്പിലയാണല്ലോ. മോഹഭംഗത്തോടെ പുതപ്പാൽ ദേഹം മറിച്ചു. ചോദിച്ച പൈസ എണ്ണി തന്നിട്ടാ നീ എനിക്ക് പാവരിച്ചത്. അതിനിടയിൽ അവിടെ നാടകവും പ്രേമവും ബീച്ച്. വെളുത്തമേനിയിൽ അയാൾ ഏൽപ്പിച്ച നഗക്ഷതങ്ങളിലേക്കും ചതവുകളിലേക്കും വിരലോടിച്ചു. ഒരു റൗണ്ട് കൂടി പോയാലോ? പറ്റില്ല തരാം, ഇനി വയ്യ. തന്നെ സഹിക്കാൻ ലോകത്തൊരു പെണ്ണിനും കഴിയില്ല. അത്രയ്ക്കും വേദനയാ നീ ഓരോ അണുവിൽ ഏൽപ്പിക്കുന്നത്. ഭ്രാന്താണോ നിനക്ക്? അരിശത്തോടെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും കയ്യിൽ പിടിച്ചു വലിച്ച നെഞ്ചിലേക്കിട്ട് അവളുടെ കീഴ്ചുണ്ടുകൾ വിഴുങ്ങി. കൊടുങ്കാറ്റും പേമാരിയുമായി അവളിലേക്ക് അയാൾ പെയ്തിറങ്ങി. ധരൻ സഞ്ജയ്, 36 വയസ്സിലും അവിവാഹിതനായ സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ. പല്ലാവൂരിലെ തലമുറ കാക്കേണ്ട അവസാനത്തെ ആൺതരി. എല്ലാ മാസത്തെയും ആദ്യ വെള്ളിയാഴ്ച തന്റെ ദാഹമടക്കാൻ ഇതേ ഹോട്ടൽ മുറിയിൽ അഞ്ജലി മേനോൻ എന്ന ഹൈ ക്ലാസ് വേശ്യയുമായി അയാൾ ഒത്തുകൂടുമായിരുന്നു. നിശബ്ദതയെ കീഴടക്കിക്കൊണ്ട് മേശമേലിരുന്ന മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയിൽ താരമ്മ എന്ന പേര് തെളിഞ്ഞു. 1, 2, 3 തവണകൾ മുഴുവൻ ശബ്ദിച്ച് കോളുകൾ നിൽക്കുമ്പോഴും അയാൾ അനിഷ്ടത്തോടെ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. തനിക്ക് ആ കോൾ എടുത്തൂടെ? ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബ്ലഡി ബിസിനസ്. ദേഷ്യത്തോടെ അവൾക്ക് നേരെ ചീറിയതും വീണ്ടും ഫോൺ ശബ്ദിച്ചു. ഉണ്ണി, ആലിവോട് അവർ വിളിച്ചു. നാളെ കൃത്യം 10 മണിക്ക് നീ തറവാട്ടിലേക്ക് വരണം. താരമ്മ, ഞാൻ ബിസി ആയിരിക്കും. നീ വരും, ഞാൻ കാത്തിരിക്കും. മറുതൽക്കൽ കോൾ കട്ടായതും ദേഷ്യത്തോടെ അയാൾ ഫോൺ വലിച്ചെറിഞ്ഞു. പേടിയോടെ അഞ്ജലിയും ഇനിയൊരു അംഗത്തിന് പ്രാപ്തിയില്ലാത്ത പോലെ ദൂരേക്ക് അകന്നു മാറി. തലയെടുപ്പോടെ ഉയർന്നിൽക്കുന്ന പല്ലാവൂർ തറവാടിന്റെ പടുകൂറ്റൻ ഗേറ്റ് കടന്ന് വെള്ള ഓടിക്കാർ അകത്തേക്ക് പ്രവേശിച്ചു. വീതിയുള്ള സ്വർണ്ണക്കരമുണ്ടും നെറ്റിയിലെ കറുത്ത കുറിക്കുമേൽ ചന്ദനവും ആണഴകിന്റെ മൂർത്തിഭാവമായിരുന്നയാൾ. വാത്സല്യത്തോടെ അയാളുടെ ഇരു കവിളിലും കൈ ചേർത്ത് ആ നെറ്റിമേൽ താരമ്മ ചുണ്ടമർത്തി. അവൻ തിരികെ ആ കവിളുകളിലും തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി പരിഭവങ്ങൾ ഓരോന്നും കാറ്റിൽ പറത്തി. നിന്റെ വിവാഹം ഞാൻ തീരുമാനിച്ചു. ആരോട് ചോദിച്ചിട്ട്? അമർഷം ധ്വനിച്ചു. തൽക്കാലം നിന്റെ സമ്മതം എനിക്കിനി വേണ്ട. ആ വാക്കുകൾ ഉറച്ചതായിരുന്നു. അറിയാം, വിളിച്ചു വരുത്തിയത് അതിനാണെന്ന് 100 തവണ ഞാൻ പറഞ്ഞു. കല്യാണം, കമ്മിറ്റ്മെന്റ്, സെന്റിമെന്റ്സ്, ഇതിലൊന്നിനും എനിക്ക് താല്പര്യമില്ലെന്ന്. ഐ നീഡ് ഫ്രീഡം. അതിലുപരി ഒരു പെണ്ണിന്റെ സ്നേഹപ്രകടനത്തിനും പ്രണയത്തിനും മുന്നിൽ അട്ടിപ്പേറിയെടുക്കാൻ എനിക്ക് പറ്റില്ല. ആ വാക്കുകളിലെ വികാര തീവ്രതയിൽ താരമ്മ നിശബ്ദയായി. അവൻ പുച്ഛത്തോടെ മുഖം തിരിച്ച് പൂമുഖത്തിന്റെ ചാരുപടിയിൽ നിവർന്നിരുന്നു. ഇനിയൊരു സംഭാഷണത്തിന് താല്പര്യമില്ലാത്ത പോലെ. എങ്കിലും എനിക്ക് താലോലിക്കാൻ നിന്റെ ചോരയിലൊരു കുഞ്ഞിനെത്താം. ഈ തലമുറ കാക്കാനും ഈ കാണുന്നെല്ലാം നിന്റെ കാലശേഷം അന്യാധീനപ്പെട്ട് പോവാതിരിക്കാനും നീ എന്നെ അനുസരിച്ചേ പറ്റൂ ധരൻ. അവന്റെ കണ്ണുകൾ കുറുകി. ദേഷ്യത്താൽ നെറ്റിയിൽ ചുളിവുകൾ വീണു. അതെ, നിന്റെ അച്ഛൻ്റെ ഭാര്യയായി മാത്രമേ നീ എന്നെ കണ്ടിട്ടുള്ളൂ, നിന്റെ രണ്ടാനമ്മ. പക്ഷേ നീ എൻ്റെ വയറ്റിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മരണശേഷം നീ ഉൾപ്പെടെ ഈ ഉള്ളതെല്ലാം അടക്കി പിടിച്ച് ജീവിച്ചതാ ഞാൻ, നിനക്ക് വേണ്ടി മാത്രം. കണക്ക് ചോദിക്കുക ഞാൻ, അതിനല്ല. നിന്റെ വിവാഹം അത് നടക്കണം. അതൊരു കൽപ്പനയായിരുന്നു, ധരനോടുള്ള താരമ്മയുടെ കൽപ്പന. പൂച്ചെടികൾ വേലി തീർത്ത മറ്റൊരു കുഞ്ഞു വീടിൻ്റെ അകത്തളങ്ങളിൽ ഒരമ്മയും മകളും ഉണ്ടായിരുന്നു. ഒരു നീചനായ രണ്ടാനച്ഛനും. അമ്മയുടെ വൃന്ദക്കുട്ടിക്ക് ഇഷ്ടമല്ലാച്ച ഈ കല്യാണത്തിന് മോള് സമ്മതിക്കരുത്. ആ ശോഷിച്ച കൈവിരലുകൾ അവളുടെ കൈത്തണ്ടയിൽ കരുതലോടെ മുറുകി. ക്ഷീണിച്ചവശയായ അമ്മയുടെ കുഴിഞ്ഞ കൺതടങ്ങളിൽ യാചനയായിരുന്നു. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എൻ്റെ ജീവിതം കൊണ്ട് അമ്മയെ ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിലും വലിയ സന്തോഷം എനിക്ക് വേറെ എന്താ അമ്മേ? നിർവികാരതയോടെ ആ കൈകൾ ചുണ്ടോട് ചേർത്ത് വരണ്ട ചിരിയിരിച്ചു. ഭലേ ബേഷ്, നിനക്ക് ബുദ്ധിയില്ലേലും എൻ്റെ മോൾക്ക് അതുണ്ട് കേട്ടോ. വാതിൽക്കൽ നിന്നുയർന്നു കേട്ട സുധാകരന്റെ പരുക്കൻ ശബ്ദവും കൗശലം നിറഞ്ഞ ചിരിയും. അവളുടെ ഉടലളവുകളിൽ ഒഴിഞ്ഞു നോക്കുന്ന അയാളുടെ കണ്ണുകളിൽ ഒരു വിടന്റെ തിളക്കം തെളിഞ്ഞു കത്തുന്നു. എന്റെ ജീവിതവും നിങ്ങൾ ഇല്ലാതാക്കി എന്നെ മോളെങ്കിലും വെറുതെ വിടണം. 18 വയസ്സ് മാത്രമുള്ള കൊച്ചു പെണ്ണാവള്. ഒന്നും പ്രതികരിക്കാനാവാതെ കട്ടിൽ ചലനമറ്റ് കിടക്കുന്ന അമ്മയുടെ വാക്കുകൾ പുച്ഛത്തോടെ അയാൾ തള്ളിക്കളഞ്ഞു. നിന്റെ അമ്മയുടെ ചികിത്സാ ചെലവുകളെല്ലാം, പിന്നെ ജീവിതകാലം മുഴുവൻ എനിക്ക് സുഖിച്ച് ജീവിക്കാനുള്ള പണം. നിനക്കോ പല്ലാവൂരിലെ റാണിപ്പട്ടം. വെറുതെ അവന് നീ കിടന്നു കൊടുത്താൽ മതി, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യയായിട്ട്. കണ്ണുകളിൽ നനവൂറി. പ്രതികരിക്കാനാവാതെ രണ്ടാനച്ഛൻ കൊണ്ടുവന്ന പുതിയ വിവാഹ ഉടമ്പടിയുടെ വിവരണം കേൾക്കെ നിശ്ചലയായി വൃന്ദ നിന്നു.
വിവാഹ വസ്ത്രങ്ങൾ, വില കൂടിയ കല്ലുപതിച്ച ആഭരണങ്ങൾ എല്ലാം നാളെ ഉയരുന്ന മുല്ലപ്പന്തലിൽ ആരുടെയോ താലിക്കുമ്പിൽ കഴുത്ത് നീട്ടാനായി കൺമുമ്പിൽ നിന്ന് പരിഹസിക്കുന്നു. സർവാഭരണ വിഭൂഷിതയായി അമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോൾ മിഴികൾ നിറഞ്ഞില്ല. ആഗ്രഹങ്ങൾ ഏതുമില്ലാത്ത ഈ ജീവിതത്തിൽ എന്തു ഭയക്കണം, എന്തിന് കണ്ണീരണിയണം? അമ്പലമുറ്റത്ത് നിരന്നു കിടക്കുന്ന വില കൂടിയ ആഡംബര കാറുകൾ, അതിലൊന്നിൽ നിന്നും ഒരു രാജാവിന്റെ പ്രൗഢിയോടെ മുണ്ടിന്റെ തലപ്പുയർത്ത് നടന്നു വരുന്ന ഒരാളിലേക്ക് വൃന്ദയുടെ കണ്ണുകളുടക്കി. ധരൻ സഞ്ജയ്. ഏതോ പത്തത്താളുകളിൽ എന്നോ കണ്ടുമറന്ന മുഖം ഇന്ന് നേർക്കുനേർ. ഒരു താലിച്ചരലിൽ തന്നെ ബന്ധിതയാക്കാൻ പോകുന്നു. ആ ബന്ധം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും അയാൾ വിലക്കെടുത്തൊരു പെൺശരീരമാണെന്ന ഓർമ്മയിൽ ഉടലൊന്ന് വിറച്ചു. കസവുടുത്ത തേജസ്സാർന്ന മുഖമുള്ള ആ സ്ത്രീ അയാളുടെ അമ്മയാണെന്ന് ഊഹിച്ചു. കൊട്ടും കുരവയും മുഴങ്ങി അഗ്നിസാക്ഷിയായി നെഞ്ചോരം ആ താലി ചേരുമ്പോൾ ധരന്റെ കണ്ണുകൾ അനിഷ്ടത്തോടെ ആദ്യമായി വൃന്ദയിൽ പതിഞ്ഞു. പുച്ഛത്തോടെ ചിരിച്ചപ്പോൾ താൻ തിരികെ നിറപുഞ്ചിരി നൽകിയത് എന്തിനാണെന്ന് വൃന്ദയും അറിഞ്ഞില്ല. യാത്ര പറയാൻ ആരുമില്ലാതെ ചുറ്റിനും വൃന്ദ കണ്ണോടിച്ചു. ആരുമില്ലേ എനിക്കൊന്ന് യാത്രാമൊഴി ചൊല്ലാൻ? ഹൃദയമൊന്ന് തേങ്ങി. മാർബിൾ പാകിയ പടവുകളിൽ കയ്യിൽ ദീപപ്രഭയാർന്ന നിലവിളക്കുമേന്തി വലതുകാൽ ചവിട്ടി. കോർത്തു പിടിക്കാൻ നല്ല ബാധയുടെ കൈകളില്ലായിരുന്നു. എങ്കിലും വെറുതെ ഒന്ന് കൊതിച്ചു. താരമ്മ നിറച്ചിരിയോടെ പൂജാമുറിയിലേക്ക് ആനയിച്ചപ്പോൾ വൃന്ദയുടെ ചുടുകളിലും ആ ചിരി പടർന്നു. ഇങ്ങനെ ചിരിക്കാൻ എങ്ങനെ കഴിയുന്നു? അതും ഉള്ളിൽ സങ്കടങ്ങളുടെ ആർപ്പുവിളികൾ നടക്കുമ്പോൾ. എടുത്തുയർത്തി വട്ടം കറക്കി കുഞ്ഞുവയറിൽ കൂർത്ത മീശ കൊണ്ട് ഇക്കിളി കൂട്ടി ചിരിപ്പിക്കുന്ന ഒരച്ഛൻ അവൾക്കുണ്ടായിരുന്നു. ഉത്സവ കാഴ്ചകൾക്കൊടുവിൽ തെരുവ് ചന്തയിലെ ബലൂണുകളും പമ്പരങ്ങളും വാങ്ങി പാടവരമ്പിലൂടെ കൈപ്പിടിച്ച് നടത്തിക്കുന്ന സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരച്ഛൻ. ഏത് പ്രതിസന്ധികളും ചിരിയോടെ നേരിടാൻ ധൈര്യം പകർന്നു തന്നയാൾ. ഇന്നൊപ്പമില്ലെങ്കിലും ആ വാക്കുകൾ വൃന്ദയിൽ ഊർജമായിരുന്നു. താരമ്മ മകളായി ചേർത്ത് നിർത്തി ആ വലിയ വീടിന്റെ ഓരോ കോണുകളും വൃന്ദയെ പരിചയപ്പെടുത്തി. എന്തിനിത്ര ധൃതി കൂട്ടുന്നു? കാലങ്ങൾ ഇനിയുമുണ്ടല്ലോ ലോകം മനസ്സിലാക്കാൻ. മുറ്റത്ത് പൂവിട്ട് നിൽക്കുന്ന പൂച്ചെടികൾ കണ്ണിന് കൗതുകമുണർത്തി. ഇന്നലെ കൊഴിഞ്ഞു വീണ പാരിജാത പൂക്കൾ മണ്ണിനെ ചുംബിച്ച് അവശയായി കിടക്കുന്നു. പിച്ചിയും മന്ദാരവും കുടമുല്ലയും. കാറ്റിനു പോലും എന്ത് സുഗന്ധമാണ്. ചെമ്പകപ്പൂവിന്റെ ഇതളുകൾ നാസികത്തുമ്പിൽ ചേർത്ത് വെച്ച് ശ്വസിച്ചു. മുകളിലെ ബാൽക്കണിയിൽ ചുണ്ടിലെരിയുന്ന സിഗരറ്റുമായി ധരൻ അവളെ കോപത്തോടെ നോക്കി നിൽക്കുന്നത് ഇടയ്ക്കെപ്പോഴോ ശ്രദ്ധയിൽപ്പെട്ടു. കുടമുല്ലപ്പൂക്കൾ ഒരു വട്ടിയെടുത്ത് ഇന്ന് മണിയറ ഒരുക്കിയാലോ? 18കാരിയുടെ കൗതുകം ഹൃദയവേദനയിലും പൊട്ടിച്ചിരി ഉണർത്തി. കസവ് സാരി ഉടുത്ത് നിതുമ്പം മറക്കുന്ന മുടിയഴകൾ വിടർത്തിയിട്ടു. കരിമഷി നീട്ടിയെഴുതിയ കണ്ണുകൾ ചിരിയോടെ ചിമ്മി തുറക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന ഒറ്റ നുണക്കുഴി. ഒരു വേള അവളൊരു തമ്പുരാട്ടിക്കുട്ടിയെ പോലെ തോന്നിച്ചു താരമ്മക്ക്. മുടിയിൽ 4 മുഴം മുല്ലപ്പൂവും ചൂടിക്കൊടുത്തു. തന്റെ തിരഞ്ഞെടുക്കൽ തെറ്റിയിട്ടില്ലെന്ന ചിന്തയിൽ ആത്മസംതൃപ്തിയോടെ താരമ്മ ചിരിച്ചു. എങ്കിലും ആ മനസ്സിലൊരു ഭയം. 18 വയസ്സ് മാത്രമുള്ള പൂവിതൾ പോലെ മനോഹരിയായൊരു പെൺകുട്ടി. തന്റെ മകനാൽ അവളുടെ ജീവിതം ഞെരിഞ്ഞുടയുമോ എന്ന വേദന. മനസ്സ് തർക്കനടിച്ച് പിണങ്ങി മാറുമ്പോൾ മകന്റെ തട്ട് താഴ്ന്നിരുന്നു. ചുണ്ടിൽ ചിരിയോടെ കയ്യിൽ പാൽ നിറച്ച ഗ്ലാസുമായി വാതിൽ മെല്ലെ തുറക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഭയം വൃന്ദയിൽ ഉരുണ്ടുകൂടി. ഒരു വാക്കുകൊണ്ട് പോലും പരിചയമില്ലാത്ത വ്യക്തി, തന്നെക്കാൾ ഒരുപാട് മുതിർന്ന പക്വതയാർന്നൊരു പുരുഷൻ. അറിയില്ല ഇനി രാവ് പുലരുമോ എന്ന്. വെള്ളിക്കസവുള്ള മുണ്ടെടുത്ത് അരക്ക് മുകളിൽ നഗ്നനായിരുന്ന അയാൾ ബലിഷ്ഠമായ നെഞ്ചിലെ രോമക്കാടുകളിൽ ഒളിച്ചിരിക്കുന്ന സ്വർണ്ണനൂൽ കെട്ടിയ രുദ്രാക്ഷമാലയുടെ തുമ്പിൽ പുലിനകം. കയ്യിൽ മദ്യം നിറച്ച ഗ്ലാസും മറുകയിൽ പുകഞ്ഞെരിയുന്ന സിഗരറ്റും. പുകച്ചുരുകൾ വരയും തീർക്കുന്നു അവിടമാകെ. ഭയത്തിനൊപ്പം ചാളിതയും പരവേശവും വൃന്ദയെ കാർന്നു തിന്നാൻ ഒരുങ്ങി. ഗ്ലാസിൽ ബാക്കിയ അവസാന തുള്ളി മദ്യം വായിലേക്ക് അമിഴ്ത്തിക്കൊണ്ടയാൾ വേച്ച് വേച്ച് വൃന്ദക്കരിയിലേക്ക് വന്നു. അവളുടെ തൊടുത്ത അധരങ്ങളിലും ഉടലിലും തിളങ്ങിയ കണ്ണുകൾ വന്യമായി തിളങ്ങുന്നു. എന്തോർത്ത പോലെ മുഖം വെട്ടിച്ച് തിരികെ ചൂരൽ കസേരയിലേക്ക് ഇരുന്നു. വാടിയുടെ ഇവിടെ ഇരിക്ക്. തന്റെ തുടയിൽ കൈകൾ തട്ടി അവളെ തന്റെ മടിയിലേക്കിരിക്കാൻ അയാൾ ക്ഷണിച്ചു. കണ്ണുകളിൽ ആജ്ഞയും മുഖത്ത് ഗൗരവവും. ഭയത്തോടെ മടിച്ചിരിക്കുന്ന വൃന്ദയുടെ ഹൃദയം കീഴ്മേൽ മറിയുകയായിരുന്നു. വരാൻ! ശബ്ദത്തിൽ ദേഷ്യത്തോടെയുള്ള ഒരു താക്കീതിന്റെ ഭാവം നിഴലിട്ടു. മെല്ലെ നടന്നു ചെന്ന് അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അയാളുടെ മടിയിലേക്കിരുന്നു. അടുത്ത നിമിഷം ആ കൈകൾ വൃന്ദയെ വട്ടം ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അണച്ചു പിടിച്ചു. കൊള്ളാം, ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല നീ. ആര് കണ്ടാലും കൊതിച്ചു പോകുന്നൊരു കിളന്തു പെണ്ണ്. വഷളായി ചിരിച്ചുകൊണ്ട് താടിത്തൊമ്പിൽ മൃദുവായെന്ന് ചുംബിച്ചു. പൊള്ളി പിടഞ്ഞുപോയി. അതിലുപരി അയാളുടെ വാക്കുകളിൽ വിവസ്ത്രയാക്കപ്പെട്ട പോലെ. വ്രണപ്പെട്ടു പോകുന്ന ആത്മാഭിമാനത്തിൽ പിടഞ്ഞുകൊണ്ട് ധരനിൽ നിന്നും അടർന്നു മാറി 2 ചുവടുകൾ പിന്നിലേക്ക് വെച്ചു. കണ്ണുകൾ അറിയാതെ പെയ്തു തുടങ്ങുന്നു. ഒരു വേള തളർന്നീ തറയിലേക്ക് വീണു പോകുമെന്ന പോലെ.
ഭാര്യയുടെ യാതൊരു അവകാശവും എന്നിൽ നിന്ന് നീ ആഗ്രഹിക്കണ്ട. ഒരു വെപ്പാട്ടിയെ പോലെ കുറച്ചുനാൾ നിനക്കെൻ്റെ ഒപ്പം കഴിയാം. നീ എനിക്ക് ആരാണെന്ന് അറിയണ്ടേ? ഞാൻ താലി കെട്ടിയ വെറും ഒരു സറോഗേറ്റ് മദർ. അതാണ് നീ. എന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ ഞാൻ താലി കെട്ടിയ വാടക ഗർഭപാത്രം. ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വൃന്ദക്കരിയിലേക്ക് നടന്നെടുത്ത് താടിത്തുമ്പിൽ വിരൽ ചേർത്ത് അവളുടെ കുനിഞ്ഞ മുഖമുയർത്തി. നിറഞ്ഞ കണ്ണുകൾ കാണുകെ പുച്ഛത്തോടെ അയാൾ ചിരിച്ചു. ഈ നിമിഷം ഉടലോടെ കത്തിയെരിഞ്ഞ് ഒരു പിടി ചാരമാവാൻ ആശിച്ചു പോകുന്നു. എന്തേ പറഞ്ഞതൊക്കെ മനസ്സിലായ നിനക്ക്? കണ്ണുകൾ ഇറുക്കിയടച്ചപ്പോൾ ഇമകൾ താണ്ടി കണ്ണുനീർ കുതിച്ചൊഴുകി. നിന്റെ തന്ത ലക്ഷങ്ങൾ എണ്ണി വാങ്ങി നിന്നെ ഈ ധരന് വിറ്റതാണെന്ന് മറന്നുപോയോ നീ? അവളൊരു മങ്ങിയ ചിരിയോടെ കണ്ണുനീർ തുടച്ചു. വീണ്ടും നിശബ്ദത കീഴടക്കിയ മണിയറയിലെ തുറന്നിട്ട ജനാല വഴി നിലാവ് നോക്കി നിന്നു. കസേരയിൽ ചാരിയിരുന്ന് കൈത്തണ്ടയാൽ മുഖം മറച്ച് അയാൾ ഉറങ്ങുകയാവുമോ എന്ന് സംശയിച്ചു. ഇടയ്ക്കെപ്പോഴോ പിന്നിൽ നിന്നും പുറന്ന ആ ശരീരത്തിന്റെ ചൂടുമണവും ധരന്റേതായിരുന്നു എന്നറിഞ്ഞു. കഴുത്തിൽ അമർന്ന അയാളുടെ ചുണ്ടുകൾ ചെവി മടക്കിലേക്ക് ഇഴഞ്ഞു വരുന്നു. പിന്നീട്ട് നീണ്ട മുടികൾ അഴിച്ചിട്ട് അവയിലേക്ക് മുഖം പൂഴ്ത്തി. ചന്ദനത്തിന്റെ ഗന്ധം ഉന്മാദനാക്കുന്നു. റിയലി യു ആർ വെരി സെക്സി വൃന്ദ. നിന്നെ പോലൊരുവളെ ഞാൻ അറിഞ്ഞിട്ടില്ല. മത്ത് പിടിപ്പിക്കുന്ന ഗന്ധമാണ് നിനക്ക്. ഇരുകവിളിലും അയാൾ അമർത്തി ചുംബിച്ചു. ദേഹം വിറക്കുമ്പോഴും ആ കൈവിരലുകൾ അണിവയറിൽ ഇക്കിളി കൂട്ടുന്നു. ദേഹമാകെ പുഴുക്കളോടുന്ന അറപ്പോടും വെറുപ്പോടും വൃന്ദ കണ്ണുകൾ ഇറുക്കെ പൂട്ടി ഒരു മരപ്പാവ പോലെ തിരിച്ചു നിർത്തി ആ നെഞ്ചിലേക്ക് അടക്കി ചേർത്ത് വെച്ചു. ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു. മദ്യത്തിന്റെ രൂക്ഷഗന്ധമുള്ള ചുടു ചുംബനങ്ങൾ. ധരന്റെ കൈകൾ അവളെയും കോരിയെടുത്ത് കിടക്കയിലേക്ക് നടന്നെടുത്തപ്പോൾ ഹൃദയം മുറവിളി കൂട്ടുന്നു. പ്രണയത്തോടെ തന്റെ ഇണയിലലിയാൻ കൊതിച്ചവൾ ഒരുവന്റെ വന്യതയിൽ ഇരയാക്കപ്പെടാൻ തുടങ്ങുകയാണോ? തെക്കൻ പർവ്വനിരകളിൽ നിന്നൊരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശി പാരിജാതം ഇതൾ വിടർത്തിയ സുഗന്ധം കവർന്നെടുത്തു. ധരൻ വൃന്ദയുടെ ഇളമേനിയിലേക്ക് അമരാൻ ഒരുങ്ങി. വെറും പെണ്ണുടലല്ലവൾ, തന്റെ പാതയാണ് തിരിച്ചറിയാതെ അതിക്രൂരമായി. അവളുടെ ശരീരം പൂക്കല പോലെ വിറച്ചു. കണ്ണുകൾ പൊട്ടിയൊലിച്ചു. ഭയം, പരവേശം, വേദന. എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് പേടിയാ സാർ. കൈകൾ കൂപ്പി ഏങ്ങലടിച്ച് കരഞ്ഞു. ആ കണ്ണുകളുടെ ദയനീയത ധരന്റെ ഉള്ളമൊന്നുലച്ചു. ആദ്യമായി ആ കല്ലിച്ച നെഞ്ചിൽ ഒരു കുഞ്ഞു വാത്സല്യം മുറവ് പൊട്ടി. അയാളുടെ കൈകൾ അയഞ്ഞു. യാന്ത്രികമായി അവളുടെ നെറ്റിൽ ചുണ്ടമർത്തി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളും ചേർന്ന് കിടന്നു. ഇനിയൊരു പ്രളയം വരുമെന്ന് ഓർക്കാതെ. റിലാക്സ് വൃന്ദ, ഐ നീഡ് യു നൗ. ഒട്ടൊരു നിശബ്ദതക്കുള്ളിൽ ധരന്റെ ശബ്ദം. മൗനമായി കിടന്നു, മരപ്പാവ പോലെ. മെല്ലെ മെല്ലെ അവളിലെ ഓരോ അണിവിലും അയാളുടെ അധരങ്ങൾ ഓടി നടന്നു. ഒരു പൂവിറുക്കും പോലെ അവളിലെ പെണ്ണിനെ തൊട്ടുണർത്തി. ആ കണ്ണുകളിൽ അവൾ മുമ്പ് കണ്ട വന്യമായ തിളക്കം സ്ഥാനം പിടിച്ചില്ല. തിരിച്ചറിയാൻ കഴിയാത്തൊരു വികാരവും വശ്യതയും. അവൾ വിവശയായി, തരളിതയായി. ലാളിച്ചും നോവിച്ചും ചുംബിച്ചും അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. മുറ്റത്ത് മഴക്കിലുക്ക്. തുറന്നിട്ട ജനലഴികളിലൂടെ തൂവാനത്തിന്റെ കുളിർ. സംതൃപ്തിയോടെ അവളിലേക്ക് തളർന്നു വീണ ധരന്റെ ചുണ്ടിൽ ആദ്യമായൊരു ചെറുചിരി വിരിഞ്ഞു. അവളിലേക്കും ആ ചിരി പകർന്നു. കവിളിൽ നാണത്തിന്റെ ചുവപ്പുകൾ നുണക്കുഴിയെ മൂടി വയ്ക്കുന്നു. കണ്ണുകൾ തമ്മിൽ അടർത്തിമാറ്റാൻ കഴിയാതെ വന്നു ഇരുവർക്കും. ധരൻ അകന്നുമാറി കിടക്കയുടെ ഒരറ്റത്തേക്ക് നീങ്ങിക്കിടന്നു. ആ നെഞ്ചിലെ രോമമെത്തിൽ മുഖം ചായച്ചുറങ്ങാൻ വൃന്ദ കൊതിച്ചു. അതെ, അയാൾക്ക് ദാഹമകറ്റാൻ ഒരു ശരീരം മാത്രമാണ് താനെന്ന ഓർമ്മയിൽ ഉള്ളൊന്ന് നീറി. ലഹരിയുടെ ആലസ്യം അയാളുടെ കണ്ണുകളെ മയക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം ധരൻ തന്റെ കൈകൾ വിടർത്തി വെച്ച് ആ നെഞ്ചിൻ ചൂടിലേക്ക് വൃന്ദയെ ക്ഷണിച്ചു. അമ്പരപ്പോടെ കണ്ണു ചിമ്മുന്ന അവളെ വലിച്ചാ നെഞ്ചിലേക്കിട്ടു. ഹൃദയതാളം താരാട്ടു പാടി. ഉണർത്തുപക്ഷികൾ ജനൽപ്പാളിയിൽ പടത്തിവെച്ച പിച്ചകവള്ളികളിൽ തത്തിക്കളി ചിലച്ചു. തന്റെ മാറിൽ മുഖം ചേർത്തുറങ്ങുന്ന ആളോട്, നല്ല പാതിയോട് ഒരു നേരിയ വാത്സല്യം. തമ്മിൽ ചുംബിച്ചു കിടക്കുന്ന പുരികക്കുടികളുടെ നടുവിൽ മെല്ലിയൊന്ന് ചുണ്ടു ചേർത്തു. അടർന്നു മാറി. ഇനി പുതിയ ജീവിതങ്ങൾ, പരീക്ഷണങ്ങൾ, സഹനങ്ങൾ, അവഗണനകൾ, വെറുപ്പുകൾ. കുളിച്ച് ഈറനോട് നെറുകിൽ ഒരു നുള്ളു സിന്ദൂരം ചാർത്തി. താലിൽ കൊത്തിയ ധരൻ എന്ന പേരിൽ വിരൽ തൊട്ടു. സ്വയം പുച്ഛം തോന്നി അവൾക്ക്. തന്നിലെ സ്ത്രീയെ വാക്കുകളാൽ കുത്തി മുറിപ്പെടുത്തിയിട്ടും ഒരൊറ്റ ചുമ്മനത്താൽ തരളിതയാക്കിയവനോട് വിധേയപ്പെടുകയും അവനിലേക്ക് അകാരണമായി വഴുതി വീഴുകയും ചെയ്യുകയാണല്ലോ എന്ന്. താരമ്മയുടെ സ്നേഹ സമീപനങ്ങൾ അമ്മയെ ഓർമ്മിപ്പിച്ചു. കണ്ണുകൾ സജലങ്ങളായി. സമാധാനായിട്ടിരിക്കണം. അമ്മയെ ആരോഗ്യവതിയാക്കി ഈ താരമ്മ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. ചിരിയോടെ കൈ കവർന്ന് കവിളിൽ തട്ടി നെടിവീർപ്പോടെ പതിവ് ചിരിയണിഞ്ഞു നിന്നു. താരമ്മക്കൊപ്പം പൂന്തോട്ടത്തിലും തൊടിയിലും ചുറ്റിക്കിറങ്ങി. ഒരു ചെറിയ കുട്ടികളുടെ കളിച്ചിരികളും കുറുമ്പും കുസൃതിയും കാട്ടുമ്പോൾ താരമ്മയിൽ മാതൃസ്നേഹം ഉണർന്നു.
വിടർന്നു നിൽക്കുന്ന മുല്ലപ്പൂക്കളാൽ മാല കെട്ടി അവരുടെ തലയിൽ വൃന്ദ ചൂടിക്കൊടുത്തു. ആ സാരി തുമ്പിൽ തൂങ്ങി നടന്നു. ദൂരെ നിന്നെങ്ങോ ധരന്റെ കണ്ണുകൾ കൗതുകത്തോടെ അവളുടെ കളിച്ചിരികൾ ഒപ്പിയെടുക്കുന്നു. കുറുമ്പും കുസൃതിയും വിട്ടുമാറാത്ത ഒരു ചെറിയ പെൺകുട്ടി. എന്നാൽ അവളുടെ ചുടികളിൽ സാധാരണവും മായാതെ വിടർന്നു നിൽക്കും ഒരു നറു പുഞ്ചിരി. ധരൻ നീട്ടിപ്പിടിച്ച കടലാസ് താളുകളിലേക്ക് വൃദ്ധ ആശങ്കയോടെ നോക്കി. മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനാണ്, അതിൽ സൈൻ ചെയ്യണം. നീ വന്ന കാര്യം സാധിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ബാധ്യതയാവാൻ പാടില്ല. ചിലപ്പോ പോകെ പോകെ പല്ലാവൂരിലെ രാജ്ഞിപട്ടത്തിന്റെ സുഖത്തിൽ നീ എല്ലാം മറന്നാലോ. പരിഹാസ മുനുകളിൽ തട്ടി ഹൃദയമൊന്നും നൊന്തു. ചിരിയോടെ പേപ്പർ വാങ്ങി മറുത്തൊന്നും പറയാതെ സൈൻ ചെയ്ത് നൽകുമ്പോൾ അയാളുടെ കണ്ണുകളിൽ അമ്പരപ്പിന്റെ ഒളികൾ മിന്നി. നിഷേധിക്കുമെന്ന് ഓർത്ത് കാണണം. തിരികെ മുറിവിട്ട് പോവാനൊരുങ്ങി. നിൽക്ക്. തിരിഞ്ഞു നോക്കാതെ തന്നെ വാതിൽപ്പടിയിൽ നിന്നു. എന്നെ സംബന്ധിച്ച് സ്ത്രീ എന്നാൽ ഒരു ശരീരം മാത്രമാണ്. ആ കൂട്ടത്തിലാ നീയും. അമിത പ്രതീക്ഷകൾ വെക്കരുത് ഒന്നിനോടും. ഒരാൾക്ക് ഇത്രമേൽ തരം തായാൻ കഴിയുമോ? അവളുടെ കാൽനഖങ്ങൾ പോലും കോപത്താൽ വിറച്ചു. ആ കൂട്ടത്തിൽ താരമയടക്കം സ്വന്തം അമ്മയും പെങ്ങളും പെടുമായിരിക്കും അല്ലേ മിസ്റ്റർ ധരൻ സഞ്ജയ്? അമർഷത്തോടെ അതിലുപരി പരിഹാസത്തോടെ അവളുടെ നാവുകൾ ചലിച്ചു. അടുത്ത നിമിഷം അവൾക്ക് നേരെ പാഞ്ഞു വന്ന ധരന്റെ ബലിഷ്ഠമായ കൈകൾ ഇരുകവളിലും മാഞ്ഞു പതിച്ചു. കരഞ്ഞില്ല. കല്ലിച്ച മനസ്സിൽ ഇനി എവിടെ കണ്ണുനീർ. വീണ്ടും അവൾ പുച്ഛത്തോടെ ചിരിച്ചു. മുടിക്കുത്തിൽ അമർത്തി പിടിച്ച് ഊക്കോടെ തള്ളി. അവൾക്ക് നോവുന്നു. പൊട്ടിക്കരയാൻ തോന്നുന്നു. തോൽക്കാൻ മനസ്സിലാതെ വാശിയോടെ നിലത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ഭിത്തിയിൽ ചാരി. അവളുടെ കൂസലില്ലായ്മയിൽ അവന്റെ രക്തം തിളച്ചു. പാഞ്ഞു വന്ന് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. തോന്നിവാസം പറഞ്ഞ കൊന്ന് തള്ളുന്നിന്നെ. കണ്ണുകൾ തുറിച്ചു. ശ്വാസം പിടയുന്നു. ഇനി നോവിച്ച കൊന്നേക്കണെന്നെ, അല്ലെങ്കിൽ സ്വയം മരിക്കാൻ പേടിയില്ല ഈ വൃന്ദക്ക്. പിടിയായഞ്ഞു ശക്തമായി ചുമച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞുവലിച്ചു. ഭിത്തിയിൽ ശക്തമായി ധരൻ തന്നെ മുഷ്ടിയുരുട്ടി പ്രഹരിക്കുന്നു. ആരോടോ ഉള്ള ദേഷ്യം പോലെ. പലതവണ വലതു പുറങ്കയിൽ നിന്ന് ചോരയിട്ട് വീണിട്ടും പ്രാന്തനെ പോലെ വിറക്കുന്നു. ഒരു വേള അവളും ഭയപ്പെട്ടുപോയി. ധരന്റെ ഇത്തരമൊരു മുഖം വൃന്ദ ആദ്യമായി കാണുകയായിരുന്നു. പിന്നിലൂടെ അവരെ അവൾ ഇറുക്കെ പുണർന്നു. ആ മുതുകിൽ തലചേർത്ത് നിന്നു. നിർത്തു എന്നൊരു യാചനയായിരുന്നത്. ശബ്ദമുഖരിതമായിരുന്ന മുറിക്കുള്ളിൽ ശാന്തതയുടെ കാറ്റ് വീശി. അടുത്ത നിമിഷം ധരനും അവളെ വാരിപ്പുണർന്നു. ചുംബനങ്ങളുടെ പെരുമഴയിൽ കുളിച്ചു നിന്നു ഇരുവരും. ഇയാൾക്ക് ഭ്രാന്താണോ എന്ന തോന്നലും ഇടയ്ക്ക് വൃന്ദയെ സന്ദർശിച്ചു. ഉടലിൽ നിന്ന് നടന്നു മാറുന്ന വസ്ത്രങ്ങൾ, വിയർപ്പിലൊട്ടുന്ന ശരീരങ്ങൾ, ഒരു പ്രണയിനിയോടെന്ന പോലെ സ്നേഹം മാത്രം മലിഞ്ഞു ചേരുന്ന ചെറു ചുംബനങ്ങൾ, കരലാളനങ്ങൾ. സൂര്യന്റെ താപത്താൽ കത്തിയേരുന്ന പകലിൽ വീണ്ടും ആ ഇണയരണ്യങ്ങൾ തൂവൽ പൊഴിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷമുള്ള സായാഹ്നത്തിൽ ധരൻ താരമ്മയോട് യാത്ര പറഞ്ഞു. ഒരു നോക്ക് കാണാൻ അവൾ ഉമ്മറത്തേക്ക് ഓടി വരും മുന്നേ അകന്നു പോകുന്ന കാറിന്റെ ശബ്ദം കണ്ണുകളെ നിറച്ചു. എന്തെന്നില്ലാത്തൊരു സങ്കടം. ഒരു നോക്കിലൂടെയെങ്കിലും യാത്ര പറയാമായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് മുന്നറിയിപ്പ് തന്നിട്ടും ഹൃദയം എന്തേ അനുസരിക്കാത്തത്? ധരൻ എന്ന തടവറയിൽ നിന്നൊരു മോചനം എന്തേ ലഭിക്കാത്തത്? അറിയില്ല. ദിനങ്ങൾ ഓരോന്നും എത്ര വേഗമാണ് അടർന്നു വീഴുന്നത്. 1 മാസം പിന്നിട്ടു. ആ ശബ്ദമൊന്ന് കേൾക്കാൻ ഹൃദയം കൊതിക്കുന്നു. മറന്നു കാണും ഈ വൃന്ദയെ. ഓർക്കാൻ മാത്രമൊന്നുമില്ലല്ലോ. അയാൾക്ക് മുന്നിൽ ശരീരം കാഴ്ചവെച്ചവൾ. അത് മാത്രമല്ലേ? എന്നാൽ തനിക്ക് അങ്ങനെയാണോ? കാലമേ, മറുപടി തരാതെ ഈ കണ്ണുനീർ തോരുമോ എന്നറിയില്ല. ഒരിക്കൽ അവൾ അറിഞ്ഞു തൻ്റെ ഗർഭപാത്രത്തിൽ പൂത്ത ചോരയുടെ തുടിപ്പുകൾ. ഉള്ളറിഞ്ഞ് ചിരിച്ചു. പിന്നെ കരഞ്ഞു. സന്തോഷിച്ചു. താരമയായിരുന്നു ഒരു പക്ഷേ അവളേക്കാൾ സന്തോഷിച്ചത്. മോള് തന്നെ അവനെ വിളിച്ച് പറയണം. ഞാൻ പറയില്ല കേട്ടോ. ചിരിയോട് അവളെ ചേർത്ത് പിടിച്ച് പച്ചമാങ്ങയുടെ കഷ്ണങ്ങൾ വായിലേക്ക് വെച്ചു കൊടുത്തവർ. ഹൃദയം തുടികൊട്ടുന്നു. ഈ കാത്തിരിപ്പിന് അവസാനം ഒരു സന്തോഷ വാർത്ത തന്നെ നല്ല ബാധിക്ക് നൽകാമെന്നത് അവളെയും ആഹ്ലാദിപ്പിച്ചു. നീണ്ട ബെല്ലുകൾക്കൊടുവിൽ ധരൻ ഫോണെടുത്തു. മറുതൽക്കിൽ വൃന്ദയുടെ ശബ്ദം കേട്ടതും അയാളുടെ കണ്ണുകൾ വിടുന്ന പോലെ, ചുണ്ടിൽ ചിരി വിരിഞ്ഞ പോലെ. നീണ്ട നേരത്തെ നിശബ്ദത. എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ശാന്തമായിരുന്ന ആ സ്വരം. വൃന്ദ ആശ്ചര്യപ്പെട്ടു. ഇനി ഇവിടേക്ക് എന്നാ വരണേ? എന്തേ, കൂടെ കിടന്ന് സുഖിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു നിമിഷം തന്നെ ആരോ ചിളിക്കുണ്ടിൽ ചവിട്ടി താഴ്ത്തി ശ്വാസം മുട്ടിക്കുന്ന പോലെ. കണ്ണുകൾ നിറഞ്ഞു. എങ്കിൽ ചുണ്ടിൽ ആ നിമിഷവും പുഞ്ചിരി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വാക്കുകളൊന്നിടറി. ഇത്രയും ക്രൂരനാണോ നിങ്ങൾ? നിങ്ങളുടെ കുഞ്ഞിനെ ചുമക്കുന്ന ഉദരമാണ് എൻ്റേത്. സ്നേഹിക്കില്ലെങ്കിലും ഇങ്ങനെ വാക്കുകളാൽ കുത്തി കൊല്ലാതിരുന്നൂടെ? വൃന്ദയുടെ ഉള്ളം പരിഭവം കൊണ്ടെന്ന പോലെ നിശബ്ദമായി കേണു. ദേ നോക്ക്, ഇനി മേലിൽ തന്നെ വിളിക്കരുത്. നിന്നെപ്പോലെ ഒരുത്തിയും ചുമക്കാൻ ധരന് പണ്ടേ താല്പര്യമില്ല. ഫോൺ വെച്ചിട്ട് പോടി. മുഖം പൊത്തി ഏങ്ങളടിച്ച് കരഞ്ഞു. മറുതലകൾ ഫോൺ കട്ടായതും ധരന്റെ ഫോണിലേക്ക് മറ്റൊരു കോൾ വന്നു.
ഹേയ് ധരൻ, കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയുടെ സാരി തുമ്പിലെ കെട്ടഴിച്ചില്ലേ ഇതുവരെയും? അഞ്ജലിയുടെ വാക്കുകളിൽ പരിഹാസവും അവന് തന്റെ വരിതിലെത്തിക്കാനുള്ള തന്ത്രവും മുഴച്ചു നിന്നു. നിർത്തടി, ഇത് ധരനാണ്. ഓരോ വാക്ക് അളന്നു മുറിച്ച് വേണം പറയാൻ. കൂൾ ഡൗൺ യാർ, ഇന്നത്തെ ദിവസം മറന്നോ സാർ? മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൂടണ്ടേ നമുക്ക്? റൂം നമ്പർ 109 കാത്തിരിക്കും. അഞ്ജലിയുടെ വാക്കുകളിൽ ധരന്റെ മനസ്സ് അസ്വസ്ഥമായി. ഒടുവിൽ ആ ചുണ്ടിലൊരു വഷണം ചിരി വിടർന്നു. ഇരുട്ട് വീണു. പ്ലാസ ലാൻഡ് എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ഇടനാഴിയിലൂടെ ധരൻ നടന്നു ചെന്ന് വാതിൽ മുട്ടി. എനിക്കറിയാമായിരുന്നു താൻ വരുമെന്ന്. ഒരു കിളുന്ത് പെണ്ണ് വിചാരിച്ചാലൊന്നും നിന്റെ പ്രാന്തിനെ തളക്കാൻ കഴിയില്ലെന്ന് ഉറപ്പല്ലേ? അവൾ ചിരിച്ചു. പക്ഷേ എന്തിനെന്നറിയാതെ ധരന്റെ മനസ്സിലൊരു വീർപ്പുമുട്ടൽ. ഷർട്ടിന്റെ ആദ്യ ബട്ടണുകൾ വശ്യമായ ചിരിയോടെ അഴിച്ചെടുത്ത് രോമാവൃതമായ നെഞ്ചിൽ അവൾ ചുംബിച്ചു. ചുണ്ടുകൾ കഴുത്തിലൂടെ ഇഴഞ്ഞ് അവന്റെ അധരങ്ങളിൽ എത്തിയിട്ടും ചലനമില്ലാതെ തന്നെ പുണരാതെ നിൽക്കുന്ന ധരന്റെ കൈകൾ. അവൾ ആശങ്കയോട് അടർന്നു മാറി. അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു നിൽക്കുന്നു. കവിളിൽ നാണപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ചുണ്ടിൽ എപ്പോഴും ചിരിയുള്ള ആ കൊച്ചു പെണ്ണിന്റെ മുഖം കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നു. അവളുടെ കൊഞ്ചലും വളകിലിക്കവും ചന്ദനത്തിന്റെ മണവും. വിഷഞ്ഞെണ്ടിനെപ്പോൾ തന്നിലെഴുന്ന അഞ്ജലിയുടെ കൈകൾ പ്രാന്തമായി കുടഞ്ഞെറിഞ്ഞ് ധരൻ അലറി. അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ശ്വാസം മുട്ടിത്തുടിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ മുരണ്ടു. ധരനെ തേടി നീരി വന്ന കൊന്നു തള്ളും കേട്ടോടി. വാതിൽ വലിച്ചടിച്ച് പുറത്തേക്ക് കുതിക്കുന്ന അവന്റെ ശരീരം എന്തിനെന്നില്ലാതെ വിറയ്ക്കുന്നു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കണ്ണടച്ച് കിടന്നു. ആരോടെല്ലാമോ അമർഷം തോന്നുന്നു. എന്താ താൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? എനിക്ക് എന്താ സ്നേഹിക്കാൻ അറിയാത്തത്? വേണ്ട, പുതിയതൊന്നും വേണ്ട ഈ ധരന്റെ ജീവിതത്തിൽ ഇനി. ചിന്തകളുടെ ഉൾക്കാട്ടിനുള്ളിൽ വഴി തേടി അറിയുന്ന മനസ്സുമായി ധരൻ കണ്ണുകൾ അടച്ചു. ദിവസങ്ങൾ പിന്നെയും പൊഴിഞ്ഞു പോകുന്നു. 3 മാസങ്ങളും പിന്നിട്ടു. വൃന്ദ കാത്തിരിപ്പിലായിരുന്നു. ഒന്നല്ല 2 പേരാണ് തനിക്കൊപ്പം കൂട്ടിന്. ഇടക്കൊക്കെ ധരന്റെ ഫോണിലേക്ക് അവൾ വിളിക്കും. മറുപടി നൽകാതെ കട്ടാക്കുകയാണ് പതിവ്. തിരക്കിനിടയിൽ നമ്പർ നോക്കാതെ കോൾ എടുത്താൽ ഹലോ എന്ന് മാത്രം മുഴങ്ങി കേൾക്കും. അവഗണന ഇത്രമേൽ നോവിക്കുന്നത് എന്തിനാവും? അച്ഛൻ വരുമ്പോ അമ്മയെ വിഷമിപ്പിച്ചതിന് എന്റെ കുട്ടന്മാര് പകരം ചോദിച്ചോളൂ അല്ലേ താരമേ? കുസൃതി ചിരിയോടെ പറയുമ്പോൾ ആ കണ്ണുകൾ ഈറനാവും. പിന്നീട് ധനം വീട്ടിലേക്ക് വരികയോ വിളിക്കുകയോ ചെയ്തില്ല. താരമയും വാശിയോടെ അവനിൽ നിന്ന് അകന്നു നിന്നു. പക്ഷേ വൃന്ദയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞില്ല. കാത്തിരുന്നു. ഈ വെറുപ്പിന്റെ അവസാന അറ്റത്ത് എവിടെയെങ്കിലും ധരന്റെ ഹൃദയത്തിൽ ഒരിടം കാണുമെന്ന പ്രതീക്ഷയോടെ. മുറ്റത്തെ കണിക്കൊന്നയും പൂത്തു. തൊടിയിലെ വള്ളിക്കുടിലിൽ കൂടുകൂട്ടിയ കുരുവിയും മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് തുണയായി സായാഹ്നങ്ങൾ തീറ്റ തേടിപ്പോയ ആൺകുരുവി വരുമായിരുന്നു. 6 മാസങ്ങൾ അതിവേഗം കടന്നുപോയ പോലെ വീർത്തുന്തിയ വയറിൽ കൈ ചേർത്ത് നീരുമൂടിയ കാലുവലിച്ചവൾ മുറ്റത്തുകൂടെ നടന്നു. ഇടയ്ക്കിടെ വഴിയോരം കേൾക്കുന്ന വാഹനത്തിന്റെ ഇരമ്പലുകൾ പ്രതീക്ഷയുടെ ആക്കം കൂട്ടുമായിരുന്നു. ധരൻ കോളുകളൊന്നും സ്വീകരിക്കാതെ ആരോടുള്ള ശത്രുത പോലെ മറഞ്ഞു നിൽക്കുന്നു. വെന്തു നീറുന്നൊരു ഹൃദയവുമായി വൃന്ദയ്ക്കൊപ്പം താരമയും ഉണ്ടായിരുന്നു. 2 പേരായതിനാൽ വൃന്ദയും ആകെ അവശയായിരുന്നു. ഇടയ്ക്കിടെ വയനുള്ളിൽ കുസൃതി കാട്ടുന്ന കുഞ്ഞിക്കുരുന്നുകൾ അവളുടെ അച്ഛന്റെ ചുംബനത്തിനും തലോടനുമായി വാശി കാണിക്കുകയാണെന്ന് വേദനയോടെ ഓർക്കും അവൾ. ബിസിനസ് തിരക്കുകൾ, വിദേശ യാത്രകൾ. ധരൻ തിരക്കുകളിലേക്ക് സ്വയം ഓളിയിട്ടു. പക്ഷേ പിന്നീട് ഒരിക്കലും അന്യയായ ഒരു സ്ത്രീയുടെ ചൂടേൽക്കാൻ അവന് ആശ വന്നില്ല എന്നത് അതിശയമായി. ഓർമ്മകളിലധികവും വൃന്ദ എന്ന പെൺകുട്ടിയാണ്. അവളുടെ കിലുങ്ങുന്ന ചിരിയും കുസൃതിയും. കണ്ണുകൾ ഇറുക്കി അടച്ച് വാശിയോടെ മായ്ച്ചു കളയാൻ ശ്രമിച്ചു. 8 മാസങ്ങൾ. നീരു വന്ന് വീർത്ത കാൽവിരലുകളിലേക്ക് നോക്കിയിരുന്നു. ഞൊട്ട പൊട്ടിക്കാനൊരു മോഹം പോലെ. അതെങ്ങനെ? പൊന്നുമക്കൾ അമ്മയുടെ വയലിൽ സ്ഥാനം പിടിച്ചേക്കുമല്ലേ? സംസാരം മുഴുവൻ മക്കളോടാണ്. അച്ഛനോടുള്ള പരിഭവങ്ങൾ, പരാതികൾ. അച്ഛനെ പോലെ എൻ്റെ മക്കൾ ഈ അമ്മയെ വെറുക്കുമോ എന്ന് ചിരിയോടെ ചോദിക്കുമായിരുന്നു. അവസാനമായി ധരന്റെ നമ്പറിലേക്ക് ഒരിക്കൽ കൂടി അവൾ വിളിക്കാനൊരുങ്ങി. ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവളുടെ കാതുകളെ താണ്ടി പുക്കിൽ കൂടി ചുറ്റിയുറങ്ങുന്ന കുരുന്നുകളുടെ കർണങ്ങളെ തലോടിയ പോലെ അവരൊന്ന് അനങ്ങി. കണ്ണുകൾ നിറയുന്നു. മറുതൽക്കൽ കേൾക്കുന്ന നിശ്വാസം ഇത്രമേൽ സന്തോഷം തരുന്നതെങ്ങനെ? വരില്ലേ ഇങ്ങോട്ട്? നമ്മുടെ മക്കളെ കാണണ്ടേ? 2 പേരാ. അച്ഛനെ പോലെ കുറുമ്പന്മാരാണെന്ന് തോന്നുക. ഇപ്പൊ 8 മാസമായി. ഇഷ്ടമില്ലെന്നറിയാം. എന്നാൽ അവരിങ്ങ് വരുമ്പോൾ എനിക്ക് പോകേണ്ടി വന്ന അതും അവസാനമായിട്ട് നിങ്ങളെ കാണാതെ. ഗദ്ഗതങ്ങൾ അവളുടെ വാക്കുകളെ വിഴുങ്ങി. ഇരുവശത്തും കോളുകൾ വിച്ഛേദിക്കപ്പെട്ടു. അടുത്ത പ്രഭാതം പൊട്ടി വീണപ്പോൾ മുറ്റത്തേക്ക് പാഞ്ഞിരച്ചു വന്ന കാറിന്റെ ഇരുമ്പൽ കേൾക്കെ വീർത്ത വയറിൽ കൈകൾ താങ്ങിയവൾ പൂമുഖത്തേക്ക് മെല്ലെ നടന്നു. പതിവില്ലാതെ വേഗത്തിൽ മിടിക്കുന്ന ഹൃദയം. ഉമ്മറത്തെ തേക്കിൻ തടിത്തൂണിൽ കൈകൾ താങ്ങി നിന്നു. വൃന്ദയുടെ കാത്തിരിപ്പിന് വിരാമമിട്ട പ്രഭാതമായിരുന്നത്. എന്താണ് അയാളെ പിടിമുറുക്കുന്ന വികാരം? തൻ്റെ ചോരയെ ചുമക്കുന്നവളോടുള്ള സ്നേഹമോ വാത്സല്യമോ? അത്രമേൽ വെറുപ്പോട് അവഗണിച്ച് വാക്കുകളാൽ മുറിപ്പെടുത്തിയവളോടുള്ള കുറ്റബോധമോ?
അതോ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ കട്ട പിടിച്ച് കിടന്ന പ്രണയമെന്ന വികാരമോ? തിരിച്ചറിയാനാവാതെ പകച്ചു നിൽക്കുന്നു. വേണ്ട, കാലം ചൊല്ലട്ടെ ആ കാവ്യനീതി. ധരൻ അവിടെ ഒരു നിശ്വാസത്തിനകലെ ചേർന്ന് നിന്നു. എത്ര വേഗമാ ആ 18കാരി ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുന്നു. അവളുടെ ഇരുകവിളുകളും ധരൻ തന്റെ കൈക്കുമ്പിളിൽ എടുത്തു. അയാളുടെ കണ്ണുകളിലെ നീർത്തിളക്കത്തിലേക്ക് വൃന്ദയുടെ കണ്ണുകൾ പരതി. അവളുടെ കണ്ണുകളെ ചുംബിച്ചു, പിന്നെ കവിളുകളെയും. നെറുകയിൽ തലോടി അവളുടെ മുഖം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. നെഞ്ചകം അവളുടെ കണ്ണീരാൽ നനയുന്നു. തന്റെ മക്കളുള്ള സ്നേഹമാവാം അയാൾ പ്രകടിപ്പിക്കുന്നതെന്ന് വെറുതെ ഒന്ന് മോഹിച്ചു. ഇത്രമേൽ കരുതലോടെ ചേർത്ത് പിടിച്ചിട്ടില്ലല്ലോ. പാഴ്മോഹങ്ങൾ വലിച്ചെറിഞ്ഞ് അയാളുടെ സന്തോഷം കണ്ടു നിന്നു. സുഖാണോ എന്റെ മക്കൾക്ക്? അവരുടെ അമ്മയുടെ സുഖദുഃഖങ്ങളെ ചൊല്ലി അയാൾക്ക് വ്യാകുലതയില്ലായിരിക്കും. നിനക്കോ? മുടിയിഴകളിൽ തലോടുന്ന വിരലുകൾ. നെഞ്ചിൽ നിന്നും അവളെ ഈ നിമിഷവും അടർത്തി മാറ്റിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു അത്ഭുതം. മറുപടിയായി അയാളുടെ വലങ്കൈ വയറിലേക്ക് ചേർത്ത് വെച്ചു. ആളുടെ കണ്ണിൽ കൗതുകവും സംതൃപ്തിയും ഒരച്ഛന്റെ കരുതലും. ഉണ്ണികളൊന്ന് ചലിച്ചു. അച്ഛന്റെ സ്പർശനം അറിഞ്ഞ പോലെ ഇറയത്തിന്റെ ഭിത്തിയിൽ മറഞ്ഞ് ചാരി നിന്നു സന്തോഷത്തോടെ എല്ലാം കണ്ട് താരമ്മ കണ്ണീരൊപ്പി. പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും ധരന് മുഖം കൊടുക്കുവാനോ സംസാരിക്കാനോ തയ്യാറാവാതെ അവർ വാശിയോടെ ഒഴിഞ്ഞു മാറി. ഒരിക്കലുമില്ലാത്തൊരു വേദന അയാളെ മൂടുന്ന പോലെ. കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും ആട്ടുതൊട്ടിലുകളും മുറിയിൽ സ്ഥാനം പിടിച്ചു. ഒരു വാക്കുപോലും മിണ്ടാതെ ധരൻ എപ്പോഴും കൂടെയുണ്ടാവും. 7 മാസങ്ങൾ നൽകാൻ കഴിയാത്ത സ്നേഹവും പരിചരണവും കരുതലും ഒരൊറ്റ മാസം കൊണ്ട് നൽകാൻ തയ്യാറായി നിൽക്കുന്നവില്ല മാറ്റം അതിവേഗം ഉൾക്കൊള്ളാനായില്ല. പക്ഷെ ആത്മാർത്ഥയായിരുന്നു അതല്ല. ഭർത്താവിൽ നിന്നും അച്ഛനിലേക്കുള്ള ദൂരം താണ്ടുമ്പോൾ പുരുഷന്റെ മനസ്സിലെ സങ്കല്പ വിഗ്രഹങ്ങളും വാശികളും ചിന്നിച്ചിതറുമെന്ന സത്യം ആവർത്തിക്കപ്പെടുന്നു. മുറ്റത്തുകൂടെ തന്നെ ചേർത്ത് പിടിച്ച് നടത്തുമായിരുന്നു. തെറ്റുകളിൽ ശാസിക്കുമായിരുന്നു. വീണുപോവാതെ ചേർത്ത് പിടിക്കുമായിരുന്നു. ഒരിക്കൽ മുല്ലപ്പൂവുകൾ കോർത്തൊരു മാല കെട്ടി ചിരിയോടെ ചൂടിത്തന്നു മുടിയിഴകളിൽ. ആദ്യമായിട്ടാണ് ഇത്ര നിറഞ്ഞു ചിരിക്കുന്നത്. നിരതെറ്റിയ പല്ലുകൾ കാട്ടിയുള്ള ചിരി എത്ര ഭംഗിയാണ്. എൻ്റെ കുട്ടികൾ അതുപോലെ ചിരിക്കുമായിരിക്കും. തൊടിയിൽ കുലച്ചു നിന്ന വാഴക്കുലയുടെ കൂമ്പിനുള്ളിലെ തേൻപൂവുകൾ ഇറുത്തു തരുമായിരുന്നു. മൂവാണ്ട മാവിലെ പഴുത്ത മാമ്പയെ നുറുക്കി വായിലേക്ക് വച്ചു തന്നൊരിക്കൽ. അവളുടെ കണ്ണ് നിറഞ്ഞപ്പോൾ ആ മുണ്ടിൻ്റെ തലപ്പുയർത്തി ഒപ്പിയെടുത്ത് കണ്ണ് ചിമ്മിക്കാട്ടി. ഈ മനുഷ്യന് ഇത്രമേൽ ആർദ്രമായൊരു ഹൃദയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും തുറന്ന് പറഞ്ഞിട്ടില്ല, നീ എൻ്റേതാണെന്ന്, നിന്നെ ഞാൻ കൈവിടില്ലെന്ന്. അതിനർത്ഥം എന്താണ്? അയാളുടെ ചോരയെ ചുമക്കുന്നവരോടുള്ള കരുണ, ദയ ഓർക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഹൃദയം പൊട്ടും. കാരണം അയാളെ പ്രണയിച്ചു പോകുന്നു, മോഹിച്ചു പോകുന്നു. എങ്ങനെ യാചിക്കും ഒരിറ്റു സ്നേഹത്തിനായി? ഒരിക്കൽ കുറുമ്പോടെ അയാളുടെ കരുതലുകൾ ആസ്വദിച്ചിരുന്നപ്പോൾ കുസൃതി ചിരിയോടെ പറഞ്ഞു, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന്. അപ്പോൾ വൃന്ദയ്ക്ക് വേണ്ടിയല്ലല്ലോ. തൊണ്ടക്കുഴിയിൽ വന്നടിഞ്ഞൊരു നോവ് തലതല്ലി മരിച്ചു. ശാരീരിക അസ്വസ്ഥതകൾ കൂടി വരുമ്പോൾ ആവലാതിപ്പെടുന്ന ധരനെ കാണുമ്പോൾ ചിലപ്പോൾ ആഗ്രഹിച്ചു പോകും ഒരായുഷ്കാലം ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. മിസ്റ്റർ ധരൻ, തുടക്കത്തിലെ വൈഫിനോട് പറഞ്ഞതാ ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണെന്ന്. അന്ന് അബോർഷന് സമ്മതിക്കാതെ ഇവിടെ എത്തിച്ച വൃന്ദയാണ്. ഷീ ഈസ് വെരി യങ്. വെറും 18 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി. സോറി ടു സേ, ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ മിറാക്കിൾ സംഭവിക്കണം. നോ! ധരന്റെ ശബ്ദം ഭീകരതയോടെ മുഴങ്ങി. കണ്ണുകൾ കലങ്ങി. എന്താണ് ഹൃദയം ഇത്ര വേദനിക്കുന്നത്? എനിക്കെന്റെ വൃന്ദയെ മാത്രം മതി ഡോക്ടർ. വാക്കുകൾ വിറച്ചു. ഡോക്ടറുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്തു. ആ കൈകളിൽ നെറ്റിമുട്ടിച്ചു. കണ്ണുനീർ ഒഴുകിപ്പരന്നു താടി രോമങ്ങൾക്കുള്ളിലായി ഒളിച്ചു. ഭ്രാന്തനെ പോലെ ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചവൻ വൃന്ദക്കരികിലേക്ക് പാഞ്ഞു. ചിരിയോടെ തന്നെയും കാത്തിരിക്കുന്ന അവളുടെ കണ്ണുകളിൽ അലയടിക്കുന്ന വേദനയെ ധരൻ ചൂഴ്ന്നെടുത്തു. അയാളുടെ കരങ്ങിയ കണ്ണുകളും വിറക്കുന്ന ശരീരവും സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് അവൾ അറിഞ്ഞു. എന്തായാലും എൻ്റെ ജോലി ഇന്നത്തോടെ തീരും കേട്ടോ. മക്കളെ പൊന്നുപോലെ നോക്കിയേക്കണം. പോകുമ്പോൾ ഈ താരി ഞാനങ്ങ് കൊണ്ടുപോവാ. കാരണം എത്ര നോവിച്ചിട്ടും നിങ്ങൾ വെറുക്കാൻ മാത്രം എനിക്ക് പറ്റണില്ല. ചിരിക്ക് മീതെ പെയ്യുന്ന കണ്ണുനീർ. അവൾക്കരിയിലേക്ക് അവൻ ചേർന്ന് കിടന്നു. ആ നെറുകയിൽ തലോടി. മുഖമാകെ മുത്തങ്ങൾ കൊണ്ട് മൂടി. നീ പോകാൻ ഞാൻ വിട്ടിട്ട് വേണ്ടേ? സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ട്, മോഹിപ്പിച്ചിട്ട്. എൻ്റെ ഹൃദയം കൊണ്ടാ നീ പോകാൻ പോകുന്നേ. അവൾ നിറഞ്ഞു ചിരിച്ചു. കേൾക്കാൻ കൊതിച്ചെന്തോ കേട്ട പോലെ മെല്ലെ അവൾക്കരികിൽ നടന്നു മാറി. പോവാനൊരുങ്ങും മുന്നേ നീര് വന്ന് വീർത്ത് അവളുടെ കാൽപാദങ്ങളിൽ ചുണ്ടമർത്തി. കാത്തിരിക്കും ഞാൻ എൻ്റെ മക്കളെയും ഭാര്യയെയും. മടങ്ങി വന്നില്ലെങ്കിൽ ഞാനും അങ്ങ് കൂടെ വരും കേട്ടോ. അവൻ കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നു. താരമൊക്കൊപ്പം ആശുപത്രി വരാതിൽ കാത്തിരുന്നു. വിശ്വാസമുണ്ട് അവൾ തിരികെ വരുമെന്ന്. നെഞ്ചിൽ അടക്കി വെച്ച സ്നേഹം ഈ ജന്മം പകർന്നു കൊടുക്കണം. പ്രാണന്റെ പാതയാക്കണം.
വൈകിയുള്ള തിരിച്ചറിവുകൾ, ആത്മാർത്ഥമായ പ്രായശ്ചിത്തങ്ങൾ. ദീർഘനേരം ശ്വാസം കിട്ടാതെ പിടയുന്ന പോലെ ധരന് തോന്നി. വെള്ളത്തുണിക്കെട്ടിൽ പൊതിഞ്ഞ 2 കുഞ്ഞുങ്ങൾ. മോങ്കുട്ടന്മാരാ. താരമ്മ സന്തോഷത്തോടെ ഒരുവനെ മെല്ലെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി. ചുണ്ടുവിളത്തി കരയുന്നു വേറൊരുവൻ. കൈകളിലേക്ക് വാങ്ങാതെ അവൻ വിങ്ങിലോടെ നേഴ്സിന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ വൃന്ദ എവിടെ? വരാന്തകളിൽ മുഴങ്ങിക്കേട്ട ശബ്ദം. ഒരു വേള അവരും പേടിച്ചു. ചോരക്കുഞ്ഞുങ്ങൾ നിർത്താതെ പേടിച്ച് കരയുന്നു. ദൂരെ നിന്നും സ്ട്രക്ചറിൽ കിടത്തിയ വെള്ളവെച്ച രൂപം അവനരികിലേക്ക് വരുന്നതറിഞ്ഞു. ഭ്രാന്തനെ പോലെ കരഞ്ഞുകൊണ്ട് അതിനരികിലേക്ക് ചെന്നു. കഴുത്ത് വരെ വെള്ള കുതിപ്പിച്ച വൃന്ദയെ കാണുക പൊട്ടിക്കരഞ്ഞു. ഇപ്പോഴും ആ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട്. വൃന്ദ മോളെ, കണ്ണുർക്ക്, നമ്മുടെ മക്കളെ കാണാൻ നിനക്ക്. ഭ്രാന്തനെ പോലെ എല്ലാം മറന്നവൻ പുലമ്പി. ഹേയ് റിലാക്സ് ധരൻ, ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഹേയ് റിലാക്സ് ധരൻ, ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. സെഡേഷന്റെ മയക്കത്തില്ല. ഒരു തരത്തിൽ ദൈവത്തിന്റെ കരങ്ങൾ തൊട്ടു അമ്മയെയും കുഞ്ഞുങ്ങളെയും. നഗരത്തിലെ പ്രസിദ്ധനായ ഗൈനക്കോളജിസ്റ്റ് തരകൻ സാമുവൽ ഒരു നിമിഷം സന്തോഷത്താൽ ശ്വാസം നിലച്ച പോലെ. എന്ത് ചെയ്യണമെന്നറിയാതെ സന്തോഷത്താൽ ഡോക്ടർ ഇറുകെ പുണർന്നു. എന്തൊക്കെയാണോ താൻ കാട്ടിക്കൂട്ടിയത്? ഭാര്യയോട് അത്രയും സ്നേഹമാണോ തനിക്ക്? ചിരിയോടെ ധരന്റെ തോളിലൂടെ കൈയിട്ട് ഡോക്ടർ തിരക്കി. ഒരു മുഖവൃത്തം മാത്രം തുറന്ന ചില്ലുവാതിലൂടെ വൃന്ദയുടെ മുഖത്തേക്ക് ചിരിയോടെ നോക്കിയിരുന്നു. കയ്യിലൊരു കുട്ടിക്കുറുമ്പനും. അവളെ ഞാനിതുവരെ സ്നേഹിച്ചിട്ടില്ല ഡോക്ടർ. പക്ഷേ ഇന്ന് ഈ ഭൂമിയിൽ അവൾ കഴിഞ്ഞുള്ളൂ. എനിക്കെൻ്റെ കുഞ്ഞുങ്ങൾ പോലും. കുസൃതി ചിരിയോടെ കുരുന്നിന്റെ നെറ്റിയിലൊന്ന് മുത്തി. എത്ര വേഗമാണ് ഈ ഋതുക്കൾ പോയി മറയുന്നു. സ്വർണ്ണക്കാട്ടിലേക്കിരിക്കിയ 4 കാൽപാദങ്ങൾ കുറുമ്പോടെ മുറ്റത്തെങ്ങ് ഓടി നടന്നു. അച്ഛനെ പോലെയാണവർ, കുസൃതി കുട്ടന്മാർ. അച്ഛന്റെ പ്രാണനാണവർ, താരമ്മയുടെ പൊന്നിൻ കുടങ്ങൾ. അവളെ പൊതിഞ്ഞു പിടിക്കാതെ അവൻ ഉറങ്ങാനാവില്ല. അവന്റെ നെഞ്ചിൽ ചായാതെ അവൾക്കും. മട്ടുപ്പാവിലേക്ക് പടർന്നു പന്തലിച്ച മുല്ലവളികളിലെ പൂക്കളെടുത്ത് അവളുടെ നീണ്ട മിഴികളിൽ ചൂടിക്കൊടുത്തു. നാണത്താൽ ചിമ്മുന്ന കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയസാഗരങ്ങൾ. സദാ പുഞ്ചിരി വിരിഞ്ഞ ചൊടികൾ. അതെ, ഇങ്ങനെ ചിരിക്കല്ലേട്ടോ, ഈ ചിരിയിലാ ഞാൻ വീണത്. കുസൃതി ചിരിയോടെ ധരൻ അവളുടെ നെറ്റിമേൽ ചുണ്ടമർത്തി. അവൾ ആർദ്രയായി. മുല്ലപ്പൂവുകൾ വിരിയുന്നു. നിശാഗന്ധിയും പാരിജാതവും പിച്ചകവും സുഗന്ധപൂരിതമാവുന്നു. പ്രണയം പെയ്യുന്ന ഒരു മെയ്യായി നടന്നെടുക്കുന്നു.